ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ധതയെ തോൽപ്പിച്ച പത്മശ്രീ ബാലൻ പൂതേരി സാറെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അകക്കണ്ണിൻ്റെ പ്രകാശത്താൽ അറിവിൻ്റെ ലോകത്തിന് ദീപക്കാഴ്ച നൽകിയ ഒരു പിടി പുസ്തകങ്ങൾ. ഒരു പിടിയല്ല, 215 കേട്ടോ. കരിപ്പൂരിലെ പൂതേരി വീട്ടിൽ ചാഞ്ചുക്കുട്ടിയുടെയും മാണിയമ്മയുടെയും മകനായി 1955 ജൂൺ 16 ജനനം. ജന്മനാ തന്നെ വലത് കണ്ണിന് പൂർണ്ണമായും കാഴ്ചയില്ലായിരുന്നു. ഇടത് കണ്ണിന് 3 മീറ്റർ മാത്രം കാഴ്ചയും. ഈ പരിമിതമായ കാഴ്ചയോട് പോരാടിക്കൊണ്ട് അക്ഷരലോകത്തിന് തേരാളിയായി മാറി വിജയശ്രീ ബാലൻ പൂതേരി. ഭാഗികമായി അന്ധതയെ തോൽപ്പിച്ചുകൊണ്ട് 63 പുസ്തകങ്ങൾ സ്വന്തമായി എഴുതി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം അന്ധത തീർത്ത അന്ധകാരത്തിന്മേൽ വിജയം സ്ഥാപിച്ച 150ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. പരിമിതമായ കാഴ്ചശക്തിയിൽ 1983 ആദ്യ പുസ്തകമായ ക്ഷേത്രാരാധന പുറത്തിറങ്ങി. കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിൽ സംസ്കൃത പണ്ഡിതനായ കൃഷ്ണശർമ്മ പ്രകാശനം ചെയ്ത പുസ്തകത്തിൻ്റെ 1500 കോപ്പികൾ പ്രകാശന സ്ഥലത്ത് വച്ചു തന്നെ ചെലവായി. ഇത് ബാലൻ പൂതേരിയുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. ഗുരുവായൂരപ്പനും അത്ഭുത ലീലകളുമാണ് 100ാമത് എഴുതിയ പുസ്തകം. അതിൻ്റെ 7 പതിപ്പുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നേരിയ കാഴ്ചയുടെ കിരണങ്ങളും അസ്തമിച്ചതിന് ശേഷം സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് പുസ്തകരചന. ബാലൻ പൂതേരി പറയുന്ന വിവരങ്ങൾ സുഹൃത്തുക്കൾ പകർത്തി എഴുതുകയാണ് പതിവ്. പുസ്തകങ്ങളുടെ അച്ചടിയും വിൽപ്പനയും സ്വന്തം ചെലവിൽ തന്നെ. എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ സമഗ്രമായ വിവരങ്ങൾ. ഇവയാണ് പത്മശ്രീ ബാലൻ പൂതേരിയുടെ പുസ്തകങ്ങളുടെ പ്രത്യേകത. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിലാണ് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചുള്ള തൻ്റെ 50ാമത്തെ പുസ്തകം ഗുരുവായൂരപ്പൻ്റെ നടയിൽ സമർപ്പിച്ചത്. താൻ എഴുതിയ പുസ്തകങ്ങൾ കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം തൂക്കുകയും ചെയ്തു. എഴുതിയ പുസ്തകങ്ങൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ഏത് പുസ്തകങ്ങൾ ചോദിച്ചാലും ബാലൻ പൂതേരി കൃത്യമായി എടുത്തു തരും. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സാമൂഹ്യ പ്രസ്ഥാനത്തിൽ തൽപരനായിരുന്നു ബാലൻ പൂതേരി. നിരവധി സന്നദ്ധ സംഘടനകളുടെ സജീവ സംഘാടകനും ഭാരവാഹിയുമായിരുന്നു അദ്ദേഹം. മദ്യവർജന സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി, പെരുവള്ളൂർ ഗ്രാമവികസന കേന്ദ്രം സ്ഥാപക സെക്രട്ടറി, വനവാസി വികാസ കേന്ദ്ര കോഴിക്കോട് ജില്ലാ ഓർഗനൈസർ, മലബാർ ക്ഷേത്ര ട്രസ്റ്റി സമിതി സെക്രട്ടറി, കോഴിക്കോട് സർവകലാശാലയുടെ വയോജന വിദ്യാഭ്യാസ സെൻ്ററുകളുടെ സൂപ്പർവൈസർ, VHP കോഴിക്കോട് മലപ്പുറം ജില്ലാ ഓർഗനൈസർ തുടങ്ങിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. കാൻഫെഡിൻ്റെ ആജീവനാന്ത അംഗമാണ് അദ്ദേഹം. 20 വർഷക്കാലം സാമൂഹ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം അന്ധതയെ തോൽപ്പിച്ചുകൊണ്ട് അക്ഷരയജ്ഞത്തിന് 2001 ജന്മനാടിൻ്റെ ആദരവും 1 ലക്ഷം രൂപയുടെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. അന്ധതയെ അവഗണിച്ച് 100 പുസ്തകം രചിച്ചതിൻ്റെ ആദരസൂചകമായി കർണാടകയിലെ ധർമ്മസ്ഥലാധികാരി വീരേന്ദ്ര ഗഹെഡെ മഹാരാജ് സ്വർണ്ണപതക്കം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. കേരള സർക്കാരിൻ്റെ 2011 വികലാംഗ പ്രതിഭാ പുരസ്കാരം സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ബാലൻ പൂതേരിക്ക് സമർപ്പിക്കുകയുണ്ടായി. ഗുരുവായൂരിലെ ഗുരുബാബ ട്രസ്റ്റിൻ്റെ പ്രഥമ വിധി വൈപരീത്യ വിജയശ്രീ പുരസ്കാരം 2013 ഒക്ടോബർ 7 കോഴിക്കോട് വച്ച് സാഹിത്യ കുലപതി ശ്രീ MT വാസുദേവൻ നായർ ബാലൻ പൂതേരിക്ക് സമ്മാനിച്ചു. 3,33,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. ലത്തീൻ കത്തോലിക്ക ഐക്യവേദിയുടെ വിശിഷ്ട സേവാരത്നം മന്ത്രി അനൂപ് ജേക്കബിൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ചു. ബാലസാഹിത്യ പ്രകാശത്തിൻ്റെ കുഞ്ഞുണ്ണി പുരസ്കാരം ഡോക്ടർ M ലീലാവതിയിൽ നിന്നുമാണ് സ്വീകരിച്ചത്. മഹാകവി അക്കിത്തത്തിൽ നിന്ന് തപസ്യ നവരാത്രി പുരസ്കാരവും മഹാകവി VC ബാലകൃഷ്ണൻ പണിക്കരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ VC പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഹൈക്കോടതി ജഡ്ജി P ഉബൈദിനോടൊപ്പം ബാലൻ പൂതേരിയെ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൾ സലാം ആദരിച്ചിട്ടുണ്ട്. മഹാകവി അക്കിത്തം, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവരോടൊപ്പം ബാലൻ പൂതേരിയെ തുഞ്ചൻ പറമ്പിൽ വച്ച് ബാലഗോകുലം ആചാര്യൻ MA കൃഷ്ണൻ ആദരിക്കുകയുണ്ടായി. കൃഷ്ണായനം 2010 കേരളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരോടൊപ്പം ആദരിക്കപ്പെട്ടിട്ടുണ്ട്.
മലയാള സർവകലാശാല വൈസ് ചാൻസലർ ശ്രീ കെ ജയകുമാർ, കേരള ഫിലിം കോഓപ്പറേഷൻ ഡയറക്ടർ കെ ടി കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവരും വിവിധ വേദികളിൽ വെച്ച് ബാലൻ പൂതേരിയെ ആദരിച്ചിട്ടുണ്ട്. മലയാള മനോരമയുടെ ശ്രീ സൺഡേ, മംഗളം, കൊണ്ടോട്ടി ടൈംസ്, ജന്മഭൂമി, ടൈംസ് ഓഫ് ഐലൻഡ്, മെട്രോ വാർത്ത എന്നീ പത്രങ്ങൾ പ്രത്യേക സപ്ലിമെൻ്ററിയിലൂടെ ബാലൻ പൂതേരിയെ ആദരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ദിനപത്രം, കേരള കൗമുദി, മാധ്യമം, ജന്മഭൂമി, സിറാജ് തുടങ്ങിയ പത്രങ്ങളും ബാലൻ പൂതേരിയെക്കുറിച്ച് പ്രത്യേക ഫീച്ചറുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കോഴിക്കോട് ആകാശവാണി നിലയത്തിൻ്റെ അപൂർവം ചിലർ, മഞ്ചേരി FM-ൻ്റെ ഉൾക്കാഴ്ച, ക്ലബ് FM-ൻ്റെ വാർത്താധിഷ്ഠിത പരിപാടി എന്നിവയിലും ബാലൻ പൂതേരിയെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ കണ്ണാടി, ജയ് ഹിന്ദിലെ കാഴ്ചയ്ക്കപ്പുറം, മാതൃഭൂമിയിലെ നല്ല വാർത്ത, ഇന്ത്യ വിഷൻ്റെ കലഡ്സ്കോപ്പ് എന്നിവയിലും മീഡിയ വൺ, സൂര്യ, അമൃത തുടങ്ങിയ ചാനലുകളിലും വാർത്താധിഷ്ഠിത പരിപാടികളിലും ബാലൻ പൂതേരിയെക്കുറിച്ച് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ബാലൻ പൂതേരിയെക്കുറിച്ച് അന്ധകാരത്തിലെ വെളിച്ചം, ധന്യമീ ജീവിതം 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇവയൊക്കെ സാധിക്കുന്നതെന്ന് ബാലൻ പൂതേരി വിശ്വസിക്കുന്നു. ഓരോ പുസ്തകം എഴുതുമ്പോഴും ഓരോ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുന്നു എന്നതാണ് പ്രത്യേകത. ഭാഗികമായി കാഴ്ചയുള്ള അവസരത്തിൽ ചെറിയ പുസ്തകങ്ങളാണ് എഴുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതുന്നത്. ഈശ്വരാനുഗ്രഹം എന്ന അനുഭവകഥ 5ാം പതിപ്പും അച്ചടിച്ചു. കേരള സർക്കാർ സാമൂഹ്യനിധി വകുപ്പിൻ്റെ കീഴിലുള്ള ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന ഉപദേശക സമിതി അംഗമായി നിയോഗിച്ചിട്ടുണ്ട്. വിധിയെ പഴിക്കാതെ എല്ലാം ഈശ്വരാനുഗ്രഹമായി കണ്ട് മുന്നേറുകയാണ് ബാലൻ പൂതേരി. ഇന്നത്തെ ജനതയ്ക്ക് മാതൃകയാണ് അദ്ദേഹം. ഭാര്യ ലേറ്റ് ശാന്ത, മകൻ രാംലാൽ. 2019 നാഷണൽ അവാർഡും 2021 പത്മശ്രീ അവാർഡും. ഇന്ന് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായി 2024 ചാർജ് എടുക്കുകയുണ്ടായി.